ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നലത്തെ ക്ലാസിന്റെ തുടർച്ച. ഇനി അടുത്ത രണ്ട് സൂക്തങ്ങളില് മൂന്നാമത്തെ തെളിവ് അല്ലാഹു തആല അവതരിപ്പിക്കാൻ പോവാണ്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. അയഹ്സബുൽ ഇൻസാൻ, ഹസിബ യഹ്സബു വിചാരിച്ചു, ആ ചോദ്യമാണ്. അയഹ്സബു വിചാരിക്കുന്നുവോ, അൽ ഇൻസാൻ മനുഷ്യൻ, അല്ലൻ ഇല്ലെന്ന്, നജ്മഅ ജമഅ യജ്മഉ ഒരുമിച്ച് കൂട്ടി, അൻ ലൻ നജ്മഅ നാം ഒരുമിച്ച് കൂട്ടുന്നതേ അല്ലെന്ന്, ഇളാമഹു അവന്റെ എല്ലുകളെ നാം ഒരുമിച്ച് കൂട്ടുന്നതേ അല്ല എന്ന് അവൻ വിചാരിക്കുന്നുവോ. അയഹ്സബുൽ ഇൻസാൻ മനുഷ്യൻ വിചാരിക്കുന്നുവോ, അല്ലൻ നജ്മഅ ഇളാമ അവന്റെ എല്ലുകളെ നാം ഒരിക്കലും ഒരുമിച്ച് കൂട്ടുന്നതേയല്ല എന്ന് വിചാരിക്കുന്നുവോ. അമ്മ എന്ന വാക്കിന്റെ ബഹുവചനമാണ് ഇളാം, എല്ല് എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ഈ പ്രയോഗം ശരിക്കും ഇതൊരു ചോദ്യമാണ്. മറ്റൊരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് ഈ ചോദ്യം അള്ളാഹു ഉന്നയിക്കുന്നത്. എന്തായിരുന്നു ചോദ്യം? ആരായിരുന്നു ചോദ്യം ഉന്നയിച്ചത്? മക്കക്കാരാണ് ചോദ്യം ഉന്നയിച്ചത്. അവരുടെ വാദം എന്താണ്? അവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു. 1000 ആണ്ടുകളായിട്ട് ലക്ഷോപലക്ഷം മനുഷ്യർ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജഡങ്ങൾ ജീർണിച്ച് മണ്ണിൽ ലയിച്ച് അസ്ഥികൾ പോലും പൊടിഞ്ഞ് അപ്രത്യക്ഷമായി പോയിരിക്കുന്നു. ഏത് ഭൂമികളിലാണ് അവ ചിതറിക്കിടക്കുന്നത് എന്ന് പോലും ആർക്കും അറിയില്ല. തീയിൽ വെന്തുപോയ ശരീരങ്ങളുണ്ട്. ഹിംസ്ര ജന്തുക്കൾ കടിച്ചു പറിച്ച് അങ്ങനെ അവയുടെ വയറ്റിലകപ്പെട്ട് വിസർജ്യമായി പോയ ജന്മങ്ങൾ അല്ലെങ്കിൽ ശരീരങ്ങളുണ്ട്. കടലിൽ മുങ്ങി മരണപ്പെട്ടവരുണ്ട്. മത്സ്യങ്ങളുടെ വയറ്റിലകപ്പെട്ടവരുണ്ട്. ഇവയെല്ലാം പെറുക്കി കൂട്ടിയിട്ട് ഓരോ വ്യക്തിയെയും അവർ ജീവിച്ചിരുന്ന അതേ രൂപത്തിൽ പുനഃസൃഷ്ടിക്കാൻ ആർക്ക് കഴിയും? എങ്ങനെ കഴിയും? ഈ ചോദ്യത്തിനുള്ള ബുദ്ധിപരവും സുഭദ്രവുമായ മറുപടിയാണ് മറു ചോദ്യത്തിന്റെ രൂപത്തിൽ ഇവിടെ അല്ലാഹു തആല നൽകുന്നത്. നിങ്ങളോട് പറഞ്ഞത് ചിതറിപ്പോയ മനുഷ്യ ശരീരഭാഗങ്ങൾ ഏതോ സന്ദർഭത്തില് സ്വയം സംഘടിക്കുകയും എന്നിട്ടോ മനുഷ്യ ശരീരം കൊണ്ട് സ്വയം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിതിൽ അത്ഭുതപ്പെടാൻ വകയുണ്ട്. മരണപ്പെട്ടുപോയ മനുഷ്യർ സ്വയം തന്നെ അവരുടെ എല്ലുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് അങ്ങനെ എഴുന്നേറ്റ് വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല പറഞ്ഞത്. മറിച്ച് എന്താ പറയുന്നത്? നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹു നിങ്ങളെ വീണ്ടും സംയോജിപ്പിച്ച് പുനഃസൃഷ്ടിക്കുമെന്നാണ്. അങ്ങനെ സംശയിക്കുന്നവരോടുള്ള മറ്റൊരു ചോദ്യം എന്താണെന്നറിയോ? ഇത്തരം സംശയങ്ങൾ ഉന്നയിക്കുന്നവരോട് മറു ചോദ്യമുണ്ട്. എന്താണ്? നിങ്ങളുടെ കൂടെ ഇപ്പോഴുള്ള ശരീരമുണ്ടല്ലോ, നീ എന്ന് പറയുന്ന അസ്തിത്വത്തിന്റെ കൂടെ ഇപ്പോഴുള്ളൊരു ശരീരമുണ്ടല്ലോ, അതിൽ വായുവില് നിന്നും വെള്ളത്തിൽ നിന്നും മണ്ണിൽ നിന്നും ഒക്കെയുള്ള, അതുപോലെ അജ്ഞാതമായ മറ്റനേകം ഇടങ്ങളിൽ നിന്നുള്ള എണ്ണമറ്റ പദാർത്ഥങ്ങൾ ശേഖരിച്ച് സംയോജിപ്പിച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ രൂപത്തിൽ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് ഒരിക്കൽ കൂടി ഇതേ ഘടനയിൽ നിങ്ങളെ സംയോജിപ്പിക്കുക എന്നത് പ്രയാസകരമാകുമോ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ ലോകത്തില്ലായിരുന്നല്ലോ. ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, നിങ്ങൾക്ക് ജനന തീയതി ഉണ്ട്. അതിനു മുമ്പ് പരമാവധി ഒരു 9 മാസം അല്ലെങ്കിൽ 9 മാസവും നിശ്ചിത ദിവസങ്ങളും നിങ്ങൾ മാതാവിന്റെ ഗർഭാശയത്തിലായിരുന്നു. അതിനു മുമ്പുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളന്ന് ബീജമോ അണ്ടമോ ഒന്നും ആയിട്ടില്ല. അങ്ങനെ ശൂന്യമായ ഒരവസ്ഥയിൽ നിന്ന് ഇത്രയും കഴിവുകളുള്ള സവിശേഷതകളുള്ള ഒരു ജന്മമായിട്ട് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടല്ലോ. അതെങ്ങനെ സംഭവിച്ചു? അതാണ് ആദ്യം ആലോചിക്കേണ്ടത്. എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേൽപ്പിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കിട്ടും. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ, തൻ്റെ എല്ലുകളെ നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ലെന്നാണോ മനുഷ്യൻ വിചാരിക്കുന്നത്?
അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. ഇത് വല്ലാത്തൊരു ചോദ്യമാണ്. പുതിയ കാലത്ത് ഈ ചോദ്യങ്ങൾ അപ്രസക്തമാണ്. ക്ലോണിങ്ങിലൂടെ, ജീനോ കോഡിലൂടെ മനുഷ്യൻ തന്നെ ഇപ്പൊ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയൊരു അംശം, ഒരു ജീവിയുടെ വളരെ നിസ്സാരമായ അതിസൂക്ഷ്മമായ ഒരു അംശമുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ സൃഷ്ടിയെ വീണ്ടും സൃഷ്ടിച്ചെടുക്കാൻ പറ്റും എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് ശാസ്ത്രലോകം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. وَضَرَبَ لَنَا مَثَلًا وَنَسِيَ خَلْقَهُ قَالَ مَنْ يُحْيِي الْعِظَامَ وَهِيَ رَمِيمٌ സൂറത്ത് യാസീൻ 78. وَضَرَبَ لَنَا مَثَلًا. ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നതെന്നറിയോ? അയാള് നമുക്ക് പലതരത്തിലുള്ള ഉപമകൾ ചമച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ പോലെ വേറെയും പടച്ചോനുണ്ട്, അള്ളാഹുവിൻ്റെ ശക്തികൾ മറ്റു ചിലർക്കുമുണ്ട്. ഇങ്ങനെയൊക്കെ അള്ളാഹുവിന് ഉപമകൾ കണ്ടെത്താനുള്ള തിരക്കിലാണ്. വനസിയ ഖൽഖഹു, സ്വന്തം സൃഷ്ടിപ്പിനെ കുറിച്ച് അവൻ മറന്നുപോയിരിക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ് വലിയ വായില്, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. മക്കയിലെ ശ്മശാനങ്ങളിൽ ചെന്നിട്ട് ദ്രവിച്ചുപോയ എല്ലുകൾ എടുത്തുകൊണ്ടുവന്ന് പൊട്ടിച്ചില്ലേ, സദസ്സിൽ വെച്ച് പൊട്ടിച്ചിട്ട് അവിടത്തോട് ചോദിക്കുകയാണ്, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. ദ്രവിച്ചുപോയ ഈ എല്ലുകൾ ആര് പുനർജീവിപ്പിക്കാനാണ്? ഇങ്ങനെ ചോദ്യങ്ങൾ അവർ നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്. അതിനാണ് വളരെ ശക്തമായ ഭാഷയിൽ അല്ലാഹു തആല മറുപടി പറഞ്ഞു തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കാം. അടുത്ത സൂക്തത്തില് അള്ളാഹുവിനത് സാധ്യമാണോ അല്ലയോ, എത്രത്തോളം സൂക്ഷ്മമായ അംശങ്ങളെപ്പോലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നവനാണ് അള്ളാഹു എന്ന് ബോധ്യപ്പെടുത്തും. കാരണം കത്തിക്കരിഞ്ഞ് വെണ്ണീറായിപ്പോയ, അതിനൊരു അംശം പോലും കണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തില് ഇല്ലാതെയായി പോയതിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും? അള്ളാഹു മനുഷ്യ ശരീരത്തിലെ തന്നെ അതിസൂക്ഷ്മമായ ചില തെളിവുകൾ ഇനി ഉദ്ധരിക്കാൻ പോവാണ്. അതിനാൽ അന്ത്യനാൾ എന്നത് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദിവസത്തെക്കാളും യാഥാർത്ഥ്യമാണ് എന്ന് തന്നെ പടച്ച തമ്പുരാൻ ഇവിടെ നമ്മെ വളരെ ശക്തമായി ഉണർത്തുന്നു. പരലോകബോധമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുന്നത്, ലക്ഷ്യം നിർണയിക്കുന്നത്, അയാളുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്, ഉത്തരവാദിത്തപൂർണമാക്കുന്നത്. അതിനാൽ ഇനി അങ്ങോട്ടുള്ള സൂറകൾ പ്രത്യേകിച്ചും പരലോക പ്രധാനമാണ്. അത് നന്നായി മനസ്സിൽ കൊടുത്തുകൊണ്ട് ഗ്രഹിക്കാൻ ശ്രമിക്കണം. സൂറത്തുൽ ഖിയാമ മനഃപ്പാഠമാക്കാൻ വേണ്ടിയും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, നിന്റെ കലാം യഥാവിധി അറിയുവാൻ പഠിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും സഫലീകരിക്കണേ റബ്ബേ. പടച്ചവനെ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആശ്വാസം നൽകണേ നാഥ. നിന്റെ റഹ്മത്തായി കാരുണ്യമായി വർഷിച്ചു കൊണ്ടിരിക്കുന്ന മഴ ഞങ്ങൾക്ക് നീ അനുഗ്രഹമാക്കണേ റബ്ബേ, ഫലപ്രദമാക്കി തരണേ റബ്ബേ. മഴക്കെടുതികളിൽ നിന്ന് ഞങ്ങൾക്ക് നീ രക്ഷയും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.